കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം തുടങ്ങാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ജസ്റ്റ് ആ ടേംസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. ബേസിക് ഡെഫിനിഷൻസ്, എൻവയോൺമെന്റും ഹാബിറ്റാറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ ആണോ എല്ലാവർക്കും? പോപ്പുലേഷന്റെ ബേസിൽ, സ്കെയിലിന്റെ ബേസിൽ, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ബേസിസിലൊക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ദെൻ ഇക്കോളജി എന്താണ്, ഇക്കോസിസ്റ്റം എന്താണ്, ബയോസ്ഫിയർ എന്താണ്, ബയോം എന്താണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടേംസ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ ലെവൽസ് ഓഫ് എക്കോളജി, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗാനിസം, സ്പീഷീസ് ഏതാണ്ട് ഒന്ന് എടുത്താൽ മതി. ഓർഗാനിസം ഓർ സ്പീഷീസ്, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, ഇക്കോസിസ്റ്റം, ബയോം, ബയോസ്ഫിയർ, ആ ലെവല് മുകളിലോട്ട് പോകുന്നത് ഒക്കെയാണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോർഷൻസിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നമുക്ക് അതിന് ശേഷം മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ സ്റ്റാർട്ട് ടുഡേ സെഷൻ. എല്ലാവർക്കും സെഷനിലിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറസിൽ ബോത്ത് ബയോട്ടിക് ആൻഡ് ബയോട്ടിക് എലമെന്റ്സ് ഇല്ല. ഞാനത് വർഷയുടെ യൂട്യൂബ് കമന്റിൽ തന്നെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി അബയോട്ടിക് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ വൈറസ് എപ്പോഴാണ് ബയോട്ടിക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റിനകത്ത് കയറുമ്പോൾ മാത്രമാണ് അതിനകത്ത് ബയോട്ടിക് കമ്പോണന്റ് സയൻസ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നോർമലി അത് അബയോട്ടിക് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ക്ലിയർ? ശരി. അപ്പൊ നമുക്ക് ഇനി അടുത്ത പഠിക്കേണ്ടത് സെക്കൻഡ്. ഇനി തുടങ്ങാം. എല്ലാവരും അഡ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡിങ് എഴുതിക്കോളൂ, കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം. കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം. ഓക്കെ. ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഫിസിക്കൽ കൺസെപ്റ്റ് ആണോ ഓർ ഒരു ഫങ്ഷണൽ കൺസെപ്റ്റ് ആണോ, അത് രണ്ടും കൂടി ചേർന്നിട്ടാണോ, ബോത്ത് ആണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്കോസിസ്റ്റം എ ഫിസിക്കൽ ഓർ ഫങ്ഷണൽ ഓർ ബോത്ത്? ബോത്ത്. ഓക്കെ. അപ്പൊ അവിടുത്തെ ഫിസിക്കൽ കമ്പോണന്റ് എന്തൊക്കെയാണ്? അതാണ് ബയോട്ടിക്കും എബയോട്ടിക്. ഓക്കെ. അവിടുത്തെ ഫങ്ഷണൽ കമ്പോണന്റ് വരുമ്പോഴത്തേക്ക് എന്താണ്? ഫങ്ഷണൽ കമ്പോണന്റ് വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഐ ബിലീവ് ദാറ്റ് കൺസെപ്റ്റ് ഈസ് ഓക്കെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തുള്ള ഒരു ഫിസിക്കൽ എൻറ്റിറ്റീസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ബേസിക് കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് എബയോട്ടിക് കമ്പോണൻസ്. ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ബയോട്ടിക് കമ്പോണൻസ് മീൻസ് ലിവിങ് കമ്പോണൻസ്. എബയോട്ടിക് കമ്പോണൻസ് മീൻസ് നോൺ ലിവിങ് കമ്പോണൻസ്. അത് ആരൊക്കെയാന്നുള്ളത് ബേസിക്കലി നിങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു, കുറെ ഐഡിയസ് തന്നായിരുന്നു. എങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻസ് ഞാൻ വെക്കുകയാണ്. ബയോട്ടിക് കമ്പോണൻസിനെ നമുക്ക് ജനറലി രണ്ടാക്കി തിരിക്കാം: പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ഓഫ് വാട്ട്? അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. കൺസ്യൂമേഴ്സ് ഓഫ് വാട്ട്? എന്നോട് ചേരുമ്പോഴേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്താണ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് വാട്ട്? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പ്രൊഡ്യൂസർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ്? എനർജി. സോ എനർജിയുടെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എനർജി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആരെയാണ് ബേസിക്കലി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്? എനി ഐഡിയ? ഐഡിയ?
പ്ലാന്റ്സിനെയാണ്. ഓക്കെ, എല്ലാവരും പ്ലാന്റ്സ് ആണ് പറയുന്നത്. ജനറലി നമുക്ക് പ്ലാന്റ്സ് എടുക്കാം. അത് പ്ലാന്റ്സ് മാത്രമാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. നിങ്ങൾ പ്ലാന്റ്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു വേർഡും കൂടെ ആഡ് ചെയ്യാണ്. പ്ലാന്റ് കിങ്ഡം എന്ന് ഞാൻ ആഡ് ചെയ്യാണ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞു, ഞാൻ കുറച്ചുകൂടി അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. പ്ലാൻ കിങ്ഡം എന്ന് ഞാൻ ആഡ് ചെയ്യാണ്. പ്ലാൻ കിങ്ഡം. ആ പ്ലാൻ കിങ്ഡത്തിനകത്ത് വരുന്ന ഒരാളാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാന്റ്സ്. ഓക്കെ, കുറച്ചുകൂടി അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ കിങ്ഡം എന്ന് വേണം പറയാനായിട്ട്. കൺസ്യൂമേഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞു നോക്കുക, കറക്റ്റ് ആൻസർ എന്തായിരിക്കും എന്നുള്ളത്. എന്തായിരിക്കും? ആനിമൽ കിങ്ഡം. ഓക്കെ, ആനിമൽ കിങ്ഡം. സ്റ്റിൽ ഈ രണ്ട് ആൻസറും കംപ്ലീറ്റ് ഒന്നും അല്ല. പ്ലാൻ കിങ്ഡം ഒന്നും അനിമൽ കിങ്ഡം ഒന്നും നമുക്ക് അങ്ങനെ ബ്ലേറ്റന്റ് ആയിട്ട് പറയാനൊന്നും പറ്റില്ല. അതിനുള്ളിലും പിന്നെ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് ഇത്രയും മതി. ഇവിടെ ഇങ്ങനെയാണ് ട്രഡീഷണലി നമ്മൾ ബയോട്ടിക് കമ്പോണൻസിനെ തിരിക്കുന്നത്, പ്ലാൻ കിങ്ഡം എന്നും ആനിമൽ കിങ്ഡം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു ജനറൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഐഡിയ പറഞ്ഞു തരികയാണ്. ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താണ്? എനർജി പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, എനർജി കൺസർവേഷൻ തിയറം ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എനർജി കൺസർവേഷൻ തിയറം. അപ്പൊ എനർജി കൺസർവേഷൻ തിയറത്തിൽ ഒരു സെക്കൻഡ്, ആരോട് അഡ്മിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, കയറി. എനർജി കൺസർവേഷൻ തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്? എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പകരം അതല്ലാണ്ട് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് ക്യാൻ ബി ഓൺലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരിക്കലും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് പ്ലാന്റ്സിന് എവിടെ നിന്ന് എനർജി കിട്ടുന്നത്? ഹൂ ഇസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി? ഹൂ ഇസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി, സണ്ണിൽ നിന്ന് കിട്ടുന്ന എന്ത് എനർജി? ഫ്രീ എനർജി എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഫ്രീ എനർജി, സണ്ണിൽ നിന്ന് കിട്ടുന്ന ഫ്രീ എനർജി. ആ ഫ്രീ എനർജിക്കകത്ത് നോർമലി രണ്ട് ആൾക്കാരുണ്ട് ഫ്രീ എനർജിക്കുള്ളിൽ. ലൈറ്റ് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്. ഇതിനകത്ത് ഏതാണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാൻ കിങ്ഡത്തിൽ വരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നത്? ലൈറ്റ് ആണോ ഹീറ്റ് ആണോ? ലൈറ്റ് ആണോ ഹീറ്റ് ആണോ? ലൈറ്റ്. ലൈറ്റിനെയാണ് പ്ലാൻ കിങ്ഡത്തിൽ വരുന്ന ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്. ഈ ലൈറ്റിനെ നമ്മൾ ഫോട്ടോ എന്ന വേർഡും യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് യൂസ് ചെയ്തിട്ട് എനർജീനെ, അല്ലെങ്കിൽ ആ ലൈറ്റ് എനർജീനെ വേറൊരു ഫോമിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. ആ പ്രോസസ്സിന് ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനുള്ളിൽ പുതിയ എനർജി എന്നല്ല ഉണ്ടാക്കുന്നത്, ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. photosynthesis, during photosynthesis light energy is converted into chemical energy or potential energy and stored. ഇപ്പൊ എൻ്റെ അടുത്ത് ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത്? ക്യാൻ യു ആൻസർ? നിങ്ങളുടെ ഹോംവർക്ക് ആണ്, വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ചെയ്താൽ മതി. എവിടെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ സ്കോപ്പ് കിടക്കുന്നത്? ഞാൻ അടുത്ത ദിവസം പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി, ഓർ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ഫ്രീ എനർജി. Free energy is converted into chemical energy or potential energy and stored. ഇതാണ് ഫോട്ടോസിന്തസിനകത്ത് നടക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, എവിടെയാണ് ഞാൻ ഈ പൊട്ടൻഷ്യൽ എനർജി എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം. നാളെ വരുമ്പോൾ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ അടുത്ത ക്ലാസ് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. കിട്ടുന്ന ആൾക്കാർ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യാം, കാണുമ്പോഴത്തേക്ക് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രൊഡ്യൂസേഴ്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആക്ച്വലി പ്രൊഡ്യൂസേഴ്സ് ആർ റിയലി പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് റിയലി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാവോ? ചെറിയൊരു പ്രശ്നമില്ലേ? ഇപ്പോൾ ഒരു ജനറൽ ലെക്ചറിൽ അല്ലെങ്കിൽ ജനറൽ ലിറ്ററേച്ചറിൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ചുകൂടിയൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെക്കാളും നമുക്ക് അവരുടെ കുറച്ചുകൂടി വിളിക്കാൻ പറ്റുന്ന പേര് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓർ കൺവേർട്ടേഴ്സ്, പ്രൈമറി കൺവേർട്ടേഴ്സ് എന്നൊക്കെ വിളിക്കുന്നതാണ് നല്ലത്. പ്രൈമറി കൺവേർട്ടേഴ്സ്. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്, നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പ്രൊഡ്യൂസർ എന്ന് പഠിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഇതാണ് ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ കൺസെപ്റ്റ്. ബയോട്ടിക് കമ്പോണൻസിനകത്തുള്ള രണ്ടാൾക്കാർ
ആരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എനർജിയും കൺസ്യൂമേഴ്സ് ഓഫ് എനർജി. ഇനി ഒന്ന് രണ്ട് ടേംസ് കൂടെ പറഞ്ഞു തരാം ഇതിനുള്ളിൽ. മീനിങ് ഇംഗ്ലീഷ് വേർഡ് മീനിങ് വെച്ച് പഠിച്ചാൽ മതി. നമുക്ക് ഈ പ്രൊഡ്യൂസേഴ്സിനെ ഒന്ന് രണ്ട് വേർഡ് കൂടി ചേർത്തിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ലൈക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യല്ലേ, എനർജി പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പഠിച്ചാൽ മതി. എനർജി പ്രൊഡ്യൂസേഴ്സ്, എനർജി പ്രൊഡ്യൂസേഴ്സ്. ഈ എനർജിക്കുള്ളിൽ നമുക്ക് എനർജീനെ നമുക്ക് ഒരു ടേം ഇട്ടിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ട്രോഫിക് അല്ലെങ്കിൽ ട്രോഫ്. ട്രോഫിക് എന്ന് വേണ്ട, ട്രോഫ്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെൽഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെൽഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ നമുക്ക് ഓട്ടോ എന്ന് പേരിട്ട് വിളിക്കാം. എനർജി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോട്രോഫ് എന്ന് വിളിക്കാം. ഓട്ടോട്രോഫ് ജനറൽ മീനിങ്ങിൽ സെൽഫായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളതാണ്. ഇതും ഒരു ഡെപ്തിലുള്ള ഒരു ടേം ആണ്. ആ ഡെപ്തിലേക്ക് നമ്മൾ പോകും. ആ ഡെപ്ത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇനി കൺസ്യൂമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അനിമൽ കിങ്ഡത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന എനർജി കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് എനർജി കിട്ടുന്നത് ട്രോഫ് ഈസ് എനർജി. എനർജി കിട്ടുന്നത് വേറെ ഏതൊരു സ്ഥലത്തു നിന്നാണ്. സംതിങ്സ് എ ഡിഫറെന്റ് സോഴ്സ്. ഡിഫറെന്റ് എന്നൊരു മീനിങ് ഇന്നതാണ്, അല്ലെങ്കിൽ വേർഡിന്റെ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെറ്ററോ എന്നൊരു വേർഡ് ആഡ് ചെയ്യുന്നു. സോ അതുകൊണ്ട് കൺസ്യൂമേഴ്സിനെ നമുക്ക് ഹെട്രോട്രോഫ് എന്നും വിളിക്കാം. ഓട്ടോട്രോഫ്സ് എന്നും ഹെട്രോട്രോഫ്സ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്ന രണ്ട് ടേമാണ് ഓട്ടോട്രോഫ്സ് എന്നും ഹെട്രോട്രോഫ്സ് എന്നും. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പിന്നെ ഒന്നുകൂടി നിങ്ങളുടെ ആൻസർ, ഓട്ടോട്രോഫിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പ്ലാന്റ് കിങ്ഡം. ഹെട്രോട്രോഫിനകത്ത് വരുന്ന ആൾക്കാർ ആരെന്ന് പറഞ്ഞായിരുന്നു? അനിമൽ കിങ്ഡം. എന്തുകൊണ്ട് ഞാൻ ഈ കിങ്ഡം എന്ന വേർഡ് യൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദ വേർഡ് കിങ്ഡം ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് include all those beings which show similar characteristics. പ്ലാന്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന എല്ലാ ആൾക്കാരെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ കിങ്ഡം എന്ന വേർഡ് യൂസ് ചെയ്തത്. അനിമൽസിനെ പോലുള്ള സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാർ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് ഞാൻ അനിമൽ കിങ്ഡം എന്ന വേർഡ് യൂസ് ചെയ്തത്. സോ കിങ്ഡം മീൻസ് സിമിലർ പ്രോപ്പർട്ടീസ്. തൽക്കാലം അത്ര പഠിച്ചാൽ മതി. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. സിമിലർ പ്രോപ്പർട്ടീസ് എന്ന വേർഡ് മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഓട്ടോട്രോപ്സിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി പറയുമ്പോഴത്തേക്ക് ഓട്ടോട്രോപ്സിനുള്ളിൽ ഗ്രീൻ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റിനെ പോലെയുള്ള പല ആൾക്കാരുണ്ട്. ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട്, അതേപോലെ ആൽഗ ഉണ്ട്. ആൽഗയും പ്ലാന്റും ഒന്നാണോ? ആൽഗയും പ്ലാന്റും ഒന്നാണോ? അല്ല. സിയാനോ ബാക്ടീരിയ, ഇതെല്ലാവരും ഒന്നാണോ? ഓരോ ആൾക്കാരാണോ? അല്ല. ഫൈറ്റോ പ്ലാങ്ക്ടൺ വേറൊരാളുണ്ട്. ഇവരെല്ലാവരും ഒരേ ആൾക്കാരാണോ? അല്ല. ഡിഫറെന്റ് ആൾക്കാരാണ്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ചില പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് എന്ത്? ഈ പറഞ്ഞ പോലെ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ, ലാക്ക് ഓഫ് ലോക്കോമോട്ടറി മൂവ്മെന്റ്, അല്ലെങ്കിൽ ലോക്കോമോഷൻ, അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, കോമൺ പ്രോപ്പർട്ടീസ്. ആ കോമൺ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കേണ്ട. ബട്ട് സിമിലർലി പ്ലാന്റ്സ് ലൈക്ക് ആയിട്ടുള്ള ആൾക്കാർ, അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ടു പുട്ട് ഇറ്റ് ഇൻ സിംഗിൾ വേർഡ്, ഈ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത് ഇൻ ജനറൽ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് കോംപ്ലിക്കേറ്റ് ആക്കുകയാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ് കൂടെ പറയാണ്. ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്ന് റേസ് ചെയ്യാണ്. ഈ പറഞ്ഞ കാര്യം ഒന്ന് റേസ് ചെയ്യാണ്. ഓട്ടോട്രോഫ് എന്നൊരു വേർഡിനെ ഞാൻ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓട്ടോട്രോഫ്. ഓട്ടോട്രോഫിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ: സെൽഫ് പ്രൊഡ്യൂസർ ഓഫ് എനർജി. സെൽഫ് പ്രൊഡ്യൂസർ ഓഫ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആരുടെ ഹെൽപ്പ് വേണം യൂഷ്വലി? ഞാൻ പറഞ്ഞു, ആരാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞായിരുന്നു. സണ്ണിന്റെ ഹെൽപ്പ് വേണം.
ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു, ആ കൺസെപ്റ്റായിട്ട് ചേർത്ത് വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. ബയോസ്ഫിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോസ്ഫിയർ എർത്തിന്റെ സർഫസിൽ നിന്ന് ഏതാണ്ട് എത്ര കിലോമീറ്റർ മുകളിലോട്ടും താഴോട്ടുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം. അറൗണ്ട് ഒരു 10 കിലോമീറ്റർ മുകളിലേക്കും 10 കിലോമീറ്റർ താഴേക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലൈഫ് 10 കിലോമീറ്റർ ഡൗൺ ഉണ്ട് ഓഷ്യന്റെ ബെഡില്. ഇനി ഓഷ്യന്റെ ബെഡ് വരെ പോകണമെന്നില്ല, സോയിൽ സർഫസിന്റെ താഴെ, വിത്തിൻ ദ സോയിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൺലൈറ്റ് കിട്ടാത്ത സ്ഥലങ്ങളിൽ, ഇവിടെയൊക്കെ വി ക്യാൻ ഫൈൻഡ് ലൈഫ് ലൈക്ക് ബാക്ടീരിയ. അവിടെയൊക്കെ ലൈഫ്, ബാക്ടീരിയ ഉണ്ട്. അവർക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല, ബട്ട് സ്റ്റിൽ ദേ ഹാവ് ടു സർവൈവ് ചെയ്യണ്ടേ. അവിടെ സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നുള്ള എനർജി എങ്ങനെ അവർ കൺവേർട്ട് ചെയ്യും? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അവിടെയും ലൈഫ് ഉണ്ട്. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് സൺ ഡയറക്ട്ലി. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു 99% ആൾക്കാർക്കും ഡയറക്ട്ലി സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ചില ആൾക്കാർ സണ്ണിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബട്ട് ഇൻഡയറക്ട്ലി അവരെ നമ്മൾ സണ്ണിനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഓട്ടോട്രോഫ്സിനെ ഒന്നുകൂടി, കുറെ ആൾക്കാർ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓട്ടോട്രോഫിനെ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഓട്ടോട്രോഫിനെ രണ്ടായിട്ട് തിരിക്കുക. ഓട്ടോട്രോഫ് ഞാൻ 18 എഴുതുകയാണ്. അതില് സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ, സൺലൈറ്റിൽ നിന്നുള്ള എനർജി കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഫോട്ടോ ഓട്ടോട്രോഫ് എന്നും, സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കീമോ ഓട്ടോട്രോഫ്സ് എന്നും വിളിക്കുന്നു. ഇതില് കുറച്ചുകൂടി സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാല് ഫോട്ടോ ഓട്ടോട്രോഫ്സിനകത്താണ് ആര് വരുന്നത്? പ്ലാന്റ് കിങ്ഡം വരുന്നത്. അവയെ ക്ലിയർ? പ്ലാന്റും പ്ലാന്റിനെ പോലുള്ള ആൾക്കാരും വരുന്നത് ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിനകത്താണ്. കീമോ ഓട്ടോട്രോഫ്സിനകത്ത് മോസ്റ്റ്ലി ലൈക്ക് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ പോലുള്ള ആൾക്കാരാണ് ജനറലി. എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ പഠിക്കും. നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ പോലുള്ള ചില ആൾക്കാരാണ് കീമോ ഓട്ടോട്രോഫ്സിനുള്ളിൽ വരുന്നത്. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈസ്റ്റ് എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? സിയാനോ ബാക്ടീരിയ ഈസ് എ ഫോട്ടോ ഓട്ടോട്രോഫ്. അതിലേക്ക് നമുക്ക് വരാം. വർഷം സിയാനോ എന്ന് പറയുമ്പോഴത്തേക്ക്, സിയാനോ എന്ത് കളർ? ഞാൻ ആ ഒരു ഡൗട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവാം. സിയാനോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കളറാ? സിയാൻ ആ ഒരു കളർ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബ്ലൂ ഗ്രീൻ കളർ അല്ലേ? ബ്ലൂ ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബ്ലൂ ഗ്രീൻ പിഗ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലോറോഫിലിന്റെ പ്രസൻസ് ഉണ്ടാവും. ക്ലോറോഫിലിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? സൺലൈറ്റിന്. അപ്പൊ സയാനോ ബാക്ടീരിയയിലേക്ക് നമുക്ക് വരാം. ഈസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഈസ്റ്റ് ഇസ് എ കീമോ ഓട്ടോട്രോഫ്. ഈസ്റ്റ് നമ്മൾ ഏതിനകത്തേക്ക് ഈസ്റ്റ് യൂഷ്വലി ആഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈസ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി? ഫുഡിനകത്തൊക്കെ ഒരു, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, മാവ് പുളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമില്ല, നമ്മളൊരു ഫുഡ് മെറ്റീരിയൽ എടുത്തിട്ട് ഇപ്പം റൈസ് ബാറ്റർ ഫെർമെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിനകത്തേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫംഗസ്. ആ ഫംഗസ് എന്ത് ചെയ്യും? ആ ഫംഗസ് ഇതിനുള്ളിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് കുറച്ച് എനർജി ഈ ഫുഡിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കും. ഈ ഫുഡിനകത്ത് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് എനർജി റിലീസ് ആവും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഠിക്കാം. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഠിക്കാം. ആ എനർജിയാണ് ഈസ്റ്റ് കൺസ്യൂം ചെയ്യുന്നത്. ആ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടാണ് ആ ഫുഡിനകത്ത് ചില മാറ്റങ്ങൾ വരുന്നത്. ദിസ് ഈസ് വാട്ട് ഫെർമെന്റേഷൻ. ക്ലിയർ ആണോ ആ ഭാഗം? സോ കീമോ ഓട്ടോട്രോഫ്സിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അമ്മേ ക്ലിയർ? ഒന്നുകൂടി ഞാൻ പറയാണ്, ഒന്നുകൂടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാനൊന്ന് ഓർഗനൈസ് ചെയ്യാണ്. ഇക്കോസിസ്റ്റത്തിന്റെ കമ്പോണൻസിനെ ഇൻ ജനറൽ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് എന്നും കൺസ്യൂമേഴ്സ് എന്നും വിളിക്കാം. പ്രൊഡ്യൂസേഴ്സിനെക്കാളും കുറച്ചുകൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി പറയാം, പ്രൊഡ്യൂസേഴ്സിനെക്കാളും കുറച്ചുകൂടി നല്ല വേർഡ് എന്തായിരിക്കും? പ്രൈമറി കൺവേർട്ടേഴ്സ്.
അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? ട്രാൻസ്ഡ്യൂസേഴ്സ്. വേറെ 2 ടേം കൂടി ഞാൻ പറഞ്ഞു തന്നു. ഓട്ടോട്രോഫ്സ്. കൺസ്യൂമേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഹെറ്ററോട്രോഫ്സ്. അറിയുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഈ ഓട്ടോട്രോഫ്സിനെ തന്നെ ഞാൻ 2 ആയിട്ട് തിരിച്ചു. ഫോട്ടോ ഓട്ടോട്രോഫ്സ് ആൻഡ് കീമോട്ടോട്രോഫ്സ്. ഈ ഫോട്ടോ ഓട്ടോട്രോഫ്സിനുള്ളിലാണ് ജനറലി നമ്മൾ ആരെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്ലാൻ കിങ്ഡത്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹെറ്ററോട്രോഫ്സിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എക്സാമ്പിൾ കൊടുക്കാം. ഹെറ്ററോട്രോഫ്സിനുള്ളിൽ നമ്മൾ ആനിമൽ കിങ്ഡത്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ കിങ്ഡം എന്ന വേർഡിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോറി, കിങ്ഡം എന്ന വേർഡിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കിങ്ഡം മീൻസ് സിമിലർ പ്രോപ്പർട്ടീസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് നിങ്ങളുടെ ബേസിക്സ്. നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതിന്റെ ബേസിക്സ് ഇതാണ്. ഇവിടെ 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസിന്തസിന്റെ ഒരു ഐഡിയ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് തന്നതിന് ശേഷം ഞാൻ മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 1-2 സെഷനകത്ത് നമ്മൾ തീർക്കാൻ പോകുന്നത് ഈ പ്ലാൻ കിങ്ഡത്തിനകത്ത് വരുന്ന ആൾക്കാരെയും അനിമൽ കിങ്ഡത്തിനകത്ത് വരുന്ന ആൾക്കാരെയും നമ്മൾ ഓവറായിട്ടൊന്ന് പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറേ ഇമേജസ് കാണിക്കും, കുറേ അഡീഷണൽ ഡേറ്റ പറയും. ഇറ്റ്സ് ബേസിക്കലി NCERT ബേസ്ഡ് ഡിസ്കഷൻ ആയിരിക്കും ഞാൻ നടത്താനായിട്ട് പോകുന്നത്. ആ NCERT ബേസ്ഡ് ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് എൻവയോൺമെന്റ് എക്കോളജിയുടെ ബേസിക്സ്, എക്കോളജിയുടെ കുറേ ബേസിക്സ് കിട്ടും. ആ ബേസിക്സ് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇത് പല മൊഡ്യൂൾസിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഡീഗ്രഡേഷൻ, ബയോഡൈവേഴ്സിറ്റി, ഗ്ലോബൽ വാർമിംഗ്, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എനിക്കിത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. അപ്പം വേണമെന്നുള്ള ആൾക്കാർ വീണ്ടും ആ പഴയ വീഡിയോസ്, നമ്മൾ ഈ എടുക്കുന്ന ആദ്യത്തെ വീഡിയോസ് ഒന്നും ആ പോർഷൻസ് മാത്രം കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്, ഇന്നത്തെ അല്ല ഇനി അങ്ങോട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്, ഈ പ്ലാൻ കിങ്ഡത്തിനകത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അനിമൽ കിങ്ഡത്തിനകത്തുള്ള ആൾക്കാരെ അവരെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുക, അല്ലെങ്കിൽ ഫോട്ടോ ഓട്ടോട്രോപ്സിനെ വിശദമായിട്ട് പരിചയപ്പെടുക. കീമോട്രോപ്സ് അവിടെ നിൽക്കട്ടെ, ലെസ് ഡിസ്കസ്ഡ് ആണ്, നമുക്ക് സമയം എത്തുമ്പോഴത്തേക്ക് പറയാം. ക്ലാസ്സിന്റെ കൂടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കൂടി വായിക്കണമെന്ന് പറയാൻ NCERT വേണ്ട, ഇപ്പൊ വായിക്കണ്ട. എൻ്റെ ഈ ഒരു സെഷൻ, അതായത് ബേസിക് എക്കോളജി സെഷൻസ് കഴിഞ്ഞതിന് ശേഷം ചാപ്റ്റർ വായിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസിലേക്ക് ഡീപ്പിലേക്ക് പോകും. അങ്ങനെ ഡീപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന ആ ഒരു ഡെപ്തിൽ മാത്രം വായിച്ചാൽ മതി. ഓക്കെ, സോ പ്ലാൻ കിങ്ഡം, അനിമൽ കിങ്ഡം ഇത് നമ്മൾ പഠിക്കും. ഇതിന് മുമ്പ് 1-2 ബേസിക് ആയിട്ടുള്ള ചില ഇക്കോളജി കൺസെപ്റ്റ്സ് ഒന്ന് പഠിച്ചതിന് ശേഷം പോവാം. ഇക്കോളജി കൺസെപ്റ്റ്സ് നല്ല ആക്ച്വലി സയന്റിഫിക് കൺസെപ്റ്റ്സ് ആണ്, ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട ചില കൺസെപ്റ്റ്സ്. അപ്പൊ അതൊരു ടെക്നിക്കൽ സാധനമാണെന്ന് അറിഞ്ഞിട്ട് പോവാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞ കാര്യത്തിനകത്ത് ക്ലാരിറ്റി കുറവുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ടല്ലോ, ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ. ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസിനകത്ത് എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഫോട്ടോസിന്തസിസിലേക്ക് വരാം. ഫോട്ടോസിന്തസിസ് പറഞ്ഞു. ഫോട്ടോസിന്തസിസ് എന്താണ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്? ആ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഫോട്ടോസിന്തസിസ് മീൻസ് വാട്ട്? പ്ലാന്റ്സ് ഇൻ ജനറൽ. ഇനി നമുക്ക് ടേം കിട്ടിയല്ലോ, പ്രൊഡ്യൂസേഴ്സ്, കൺവേർട്ട്, വാട്ട് ആൻഡ് വാട്ട്. പ്രൊഡ്യൂസേഴ്സ്. ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് പ്ലാന്റ് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാ? ഏത് ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ആണോ? അപ്പോൾ പക്ഷേ അവിടെ ചെറിയൊരു തിരുത്തുണ്ട്. ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് പ്ലാന്റ് യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സിൻസ് പ്ലാന്റ്സ് ആർ ലിവിങ് ബീയിങ്സ്, ലിവിങ് തിങ്സ്, ഓക്സിജൻ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കി വെച്ചേക്കാം. ഫോട്ടോസിന്തസിസ്
ഇൻ ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ്. O2 ഈസ് യൂസ് ഫോർ റെസ്പിറേഷൻ. തിരിഞ്ഞു പോകരുത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇങ്ങനെയുള്ള ആൾക്കാരെ ആരുടെ പ്രസൻസിൽ, സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്താക്കി മാറ്റുന്നു പ്ലാന്റ്സ്? കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഈ കെമിക്കൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെ ആവാം? പ്രോട്ടീൻ ആകാം, കാർബോഹൈഡ്രേറ്റ് ആകാം, ഫാറ്റ് ആകാം, ഓയിൽ ആകാം, ഇഷ്ടമുള്ളതാകാം. ഇതെല്ലാം കെമിക്കൽ എനർജി തന്നെയാണ്. എക്സാമ്പിൾ, ഇപ്പൊ സോയാബീൻ എന്ന് പറയുന്ന പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് സോയാബീൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനുള്ളിൽ മെജോറിറ്റി എന്തായിരിക്കും? പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, പ്രോട്ടീൻ. ഓക്കെ. ഇനി അതേസമയം വീറ്റ് പ്ലാന്റ് ആണെങ്കിലോ, റൈസ് പ്ലാന്റ് ആണെങ്കിലോ, ഷുഗർ കെയിൻ ആണെങ്കിലോ എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? കാർബ്. ഓക്കെ. അതേപോലെ കോക്കനട്ട് ആണെങ്കിലോ, കോക്കനട്ട് പ്ലാന്റ് ആണെങ്കിലോ എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? ഫാറ്റും ഓയിലും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്? ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സ് ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കും. ക്ലിയർ? ഈ പ്രോഡക്ട്സ് ഏതായി കഴിഞ്ഞാലും ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ചില കമ്പോണൻസ് ഉണ്ട്. ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ചൊക്കെയാണ് ഈ പ്രോഡക്ട്സിന്റെ പേര് മാറുന്നത്. അല്ലാണ്ട് വേറൊന്നുമില്ല. കാർബണെയും ഹൈഡ്രജനെയും ഓക്സിജനെയും ഇങ്ങനെ പല രീതിയിൽ ബൈൻഡ് ചെയ്ത് നിർത്തും. ദിസ് ഈസ് വാട്ട് ഫോട്ടോസിന്തസിസ്. ഇതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഇത് ഞാൻ എന്തെന്ന് പറഞ്ഞത്, കെമിക്കൽ എനർജി എന്ന് വിളിച്ചത്. മനസ്സിലായോ? കെമിക്കൽ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ കെമിക്കൽ എനർജി എന്ന് വിളിച്ചത്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന വേർഡ് യൂസ് ചെയ്തു? അത് നിങ്ങളുടെ നാളത്തെ വർക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഇപ്പൊ പറയണമെന്നില്ല. ഒന്നെങ്കിൽ കിട്ടിയ ആൾക്കാർ പോയിട്ട് കമന്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അടുത്ത ദിവസം പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. അപ്പോ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് ഈസ് ഇറ്റ് എൻ എനർജി സ്റ്റോറിംഗ് പ്രോസസ് ഓർ എനർജി റിലീസിംഗ് പ്രോസസ്? എനർജി സ്റ്റോറിംഗ് ആണോ എനർജി റിലീസിംഗ് ആണോ? എനർജി റിലീസിംഗ് ആണോ അരവിന്ദ്? എങ്ങോട്ടാണ് എനർജി റിലീസ് ചെയ്യുന്നത്? സൺലൈറ്റ്, സണ്ണിൽ നിന്നുള്ള ഫ്രീ എനർജിയാണ്. ഈ ഫ്രീ എനർജീനെയാണ് ഞാൻ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? കെമിക്കൽ എനർജിക്കുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫോട്ടോസിന്തസിസ് ഇസ് എൻ എനർജി സ്റ്റോറിംഗ് പ്രോസസ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു 2 ടേം കൂടെ ഞാൻ പറഞ്ഞുതരാം. 2 ടേം കൂടെ പറഞ്ഞതിന് ശേഷം അടുത്തേക്ക് പോവാം. സിൻസ് ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിന് ഈ ഫോട്ടോസിന്തസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, പ്രൊഡക്ടിവിറ്റി എന്നൊരു ടേം കൊണ്ട് യൂസ് ചെയ്തിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. പ്രൊഡക്ടിവിറ്റി ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. നോട്ട് ജസ്റ്റ് പ്രൊഡക്ടിവിറ്റി, പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്തുകൊണ്ടാണ് ഇവിടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് യൂസ് ചെയ്തത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് റിലേറ്റഡ് ടു പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം. അവരാണല്ലോ ആദ്യമായിട്ട് ആ ഒരു എനർജി പ്രോഡക്റ്റിനെ ഉണ്ടാക്കുന്നത്. എനർജി പ്രോഡക്റ്റ്, എനർജി ബാർ എന്ന് വിചാരിച്ചാൽ മതി. പ്രോട്ടീൻ ബാർ, കാർബോഹൈഡ്രേറ്റ് ബാർ എന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് ഈ പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ എഫിഷ്യൻ്റ് ദ പ്ലാന്റ്സ് ആർ. കിട്ടുന്ന സൺലൈറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് അവർ എന്താക്കി മാറ്റുന്നു, എനർജി ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. എനി ഐഡിയ ഇൻ ജനറൽ ഒരു 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 പ്ലാന്റ് എനർജി, സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി, സൺറൈസിന്റെ എത്രത്തോളം പെർസെൻറ്റേജിനെയാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് എനി ഐഡിയ? പെർസെൻറ്റേജിൽ പറയാൻ പറ്റും? പ്ലാന്റ്സ് എത്ര പെർസെൻറ്റേജ് സൺലൈറ്റിനെ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എനി ഐഡിയ? 10%. ഓക്കെ, ഹാർഡ്ലി 1 to 2%. ഹാർഡ്ലി 1 to 2%. ഇത്ര യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനെയാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഐഡിയ ക്ലിയർ ആയോ എന്താന്നുള്ളത്? ഓക്കെ അല്ലേ? ഇനി ഇതും കൂടി ഒന്നുകൂടി ഞാൻ പറയാൻ അരവിന്ദ്. ഇവിടെ സണ്ണുണ്ട്, ഇവിടെ പ്ലാന്റ് ഉണ്ട്,
നമ്മൾ എനർജി മെഷർ ചെയ്യുന്ന ജൂളിലാണെന്ന് ഇരിക്കട്ടെ. സേ ഫോർ എക്സാമ്പിൾ, ഒരു 100 ജൂൾ എനർജിയാണ് സണ്ണിൽ നിന്ന് ഒരു പ്ലാന്റിലേക്ക് വന്ന് വീഴുന്നത്. ഈ 100 ജൂൾ എനർജിനെയും പ്ലാന്റിന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഫോട്ടോസിന്തസിസ് വഴി. ഇതിൽ നിന്ന് ഹാർഡ്ലി 1 ജൂൾ അല്ലെങ്കിൽ 2 ജൂൾ എനർജിയാണ് പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടത്തി ആ കെമിക്കൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഹൗ എഫിഷ്യന്റ് ദ പ്ലാന്റ് ഈസ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഈ 100 ജൂളിൽ നിന്ന് 1 to 2 ജൂൾ വരെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കട്ടെ. ഇതാണ് പ്ലാന്റ് മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന എനർജി. ഇതിന് ഞാൻ വേറൊന്നു ടേം കൂടി ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്യാണ്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ എക്കണോമിയിൽ GDP പറയുന്ന പോലെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ എത്ര ഉണ്ടാക്കി എന്നുള്ളതാണ്. ഡു യു ബിലീവ് ഈ ഉണ്ടാക്കി വെച്ച GPD, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഈ GPP, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഇത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈ എൻറ്റയർ 1 to 2 ജൂളും തൊട്ടടുത്ത് ആ പ്ലാന്റിനെ കഴിക്കുന്ന ആൾക്കാരിലേക്ക് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ഇനി ഐഡിയ നിങ്ങൾക്ക് പറയാൻ പറ്റും. പ്ലാന്റിനും ജീവിക്കണ്ടേ, പ്ലാന്റിനും സ്വന്തമായിട്ട് എനർജി വേണ്ടേ. പ്ലാന്റ് ഇതിനകത്തുനിന്ന് കുറച്ച് എനർജി യൂസ് ചെയ്യത്തില്ലേ? മെയിൻലി എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? ആ, കുറച്ച് പേർക്കൊക്കെ അറിയാം. സോ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിന്ന് കുറച്ച് എനർജി റെസ്പിറേഷന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് യൂസ് ചെയ്യും. വാട്ട് ഈസ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ ഈസ് എൻ എനർജി റിലീസിങ് പ്രോസസ്. അതിന് സ്വന്തമായിട്ട് അത് ശ്രദ്ധിച്ചേട്ടെ ചോദിക്കുക. റെസ്പിറേഷൻ ഈസ് ആൻ എനർജി റിലീസിങ് പ്രോസസ്. പ്ലാന്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന എനർജി കുറച്ചത് കൺസ്യൂം ചെയ്യും. റെസ്പിറേഷൻ മീൻസ് എനർജി റിലീസിങ് പ്രോസസ്. അതിന്റെ ബോഡിയിൽ ബാക്കിയുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കാനായിട്ട്, കാരണം അതൊരു ജീവനുള്ള ആളാണ്. അപ്പോൾ ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് റെസ്പിറേഷണൽ ലോസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് ആ പ്ലാന്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് തൊട്ടടുത്ത ആൾക്ക് കിട്ടുന്നത്. വാട്ട് ഈസ് ഇറ്റ്? എന്താണ് അതിനെ വിളിക്കുന്നത്? പറയാൻ പറ്റും. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇതിനെ വേറൊരു ടേം ഇട്ട് കൂടി വിളിക്കും, അപ്പാരന്റ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്നുകൂടി വിളിക്കും. ആ ടേം കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പാരന്റ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇനി ഇവിടെ ഒരു ഹോംവർക്ക് കൂടി നിങ്ങൾക്ക് തരികയാണ്. ആദ്യം നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കുക. ഡിഫറെൻറ്റ് ലോകത്തിന്റെ പല ഭാഗത്ത് പല പല ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റംസ് ഉണ്ട്, പല പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ എർത്ത് വരച്ചു. എർത്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്താണ് വിളിക്കുന്നത്? ഈ 30 ഡിഗ്രി സൗത്തും 30 ഡിഗ്രി നോർത്തിനും ഇടയ്ക്കുള്ള ആൾക്കാർ എന്താണ് വിളിക്കുന്നത്? ട്രോപ്പിക്കൽ. ഇവിടെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ടെമ്പറേറ്റ്. ഇവിടെ നമ്മൾ തൽക്കാലം ഫ്രിജിഡ് സോൺ എന്ന് വിളിക്കാം. ഒരു 66 ഡിഗ്രി നോർത്ത്, 66 ഡിഗ്രി സൗത്ത്, ഫ്രിജിഡ് സോൺ. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. ഈ ട്രോപ്പിക്കൽ ഏരിയയിൽ കാണുന്ന ഒരു മേജർ ടൈപ്പ് ഓഫ് വെജിറ്റേഷനെ പറഞ്ഞേ. മേജർ ടൈപ്പ് ഓഫ് ഒരു ബയോം പറഞ്ഞാൽ മതി. ബയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റും. ട്രോപ്പിക്കൽ റീജിയനിൽ കാണുന്ന ഒരു മേജർ ടൈപ്പ് ഓഫ് ബയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലൈമാറ്റിക് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്തുണ്ടായിരിക്കുന്ന ലാർജർ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. യെസ്, ഒരാൾ പറഞ്ഞു, പ്രവീണ പറഞ്ഞു, റെയിൻ ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഏരിയയിൽ കാണുന്ന എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഏരിയയിൽ കാണുന്ന ഒരു ബയോമിന്റെ പേരൊന്ന് പറയാമോ? ജനറലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗ്രാസ് ലാൻഡ്, ടൈഗ പറയാം. ഗ്രാസ് ലാൻഡ് ഞാൻ ചുമ്മാ എടുക്കാം. ഇനി ഫ്രിജിഡ് സോണിൽ ഞാൻ കാണുന്ന ആൾക്കാരെ ഞാൻ ടുണ്ട്ര വെജിറ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടോ? ടുണ്ട്ര വെജിറ്റേഷൻസ്. ഈ 3 ആൾക്കാർ, നിങ്ങൾ ഈ 3 ആൾക്കാരൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആർക്കായിരിക്കും ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻ ജനറൽ പ്രൊഡക്ടിവിറ്റി കൂടുതൽ? ആർക്കായിരിക്കും കൂടുതൽ?
നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എടുത്താൽ മതി. ഓക്കെ, റെയിൻ ഫോറസ്റ്റ്. അതിനുശേഷം താഴോട്ടുള്ളത് ആൾക്കാർക്ക് ആരായിരിക്കും? ഗ്രാസ് ലാൻഡ്. അതിൽ കുറവ് ആർക്കായിരിക്കും? ടുണ്ട്ര. മനസ്സിലാവുന്നുണ്ടോ? അതിന് കാര്യം എന്താണ്? ഇവിടെ ആയിരിക്കും, ഈ ട്രോപ്പിക്കൽ റീജിയനിലായിരിക്കും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കൂടുതൽ. കാര്യം എന്താ? അവിടെയാണ് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നത്, റെയിൻ കൂടുതൽ കിട്ടുന്നത്. മുകളിലോട്ട് പോകുന്നത് ഇതെല്ലാം കുറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? സോ വി ക്യാൻ ആക്ച്വലി അറേഞ്ച് ഇക്കോസിസ്റ്റംസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഹോംവർക്ക്, 2 ഹോംവർക്കാണ് ഞാൻ തരുന്നത്, അതിൽ കൂടുതൽ തരുന്നില്ല. രണ്ടാമത്തെ ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അറേഞ്ച് ഡിഫറെന്റ് എക്കോസിസ്റ്റംസ് ഇൻ increasing or decreasing decreasing order on the basis of rate of productivity. പല ടൈപ്പില്ലേ? റെയിൻ ഫോറസ്റ്റ്, മാംഗ്രൂവ്, എസ്റ്റുറീസ്, മാർഷി ലാൻഡ്സ്, ഓപ്പൺ ഓഷ്യൻ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റംസ് ഉണ്ട്. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിനെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. UPSC ഞാൻ ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ കൊണ്ടൊന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി അല്ലെങ്കിൽ പോയി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇതാണ് ആ ഒരു ഫോട്ടോസിന്തസിസിനകത്ത് ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മൂവ് ഫോർവേഡ്. അതിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മൾ ഇനി ഓട്ടോട്രോപ്സിനെ പറ്റി അല്ലെങ്കിൽ പ്ലാൻ കിങ്ഡത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോവാം, പ്ലാൻ കിങ്ഡത്തിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ശരി, മൂവിങ് ഫോർവേഡ്. ഇൻ ജനറൽ പ്ലാൻ കിങ്ഡത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ജനറലി ബയോളജിക്കുള്ളിൽ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത് രണ്ടിനെയും നമ്മൾ യൂഷ്വലി ഒറ്റ അല്ലെങ്കിൽ ഇവര് രണ്ടുപേരെ ആക്ച്വലി ഒരാളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആർക്കിയ, ബാക്ടീരിയ, അല്ലെങ്കിൽ ആർക്കിയ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. ഒറ്റ ആളായിട്ടാണ് ശരിക്കും കൺസിഡർ ചെയ്യുന്നത്. ആർക്കിയ, കിങ്ഡം ആർച്ചിയ, കിങ്ഡം ബാക്ടീരിയ അല്ലെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പഠിച്ചാൽ മതി. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പഠിച്ചാലും മതി. ദെൻ ഫംഗൈ കിങ്ഡം, പ്ലാൻ കിങ്ഡം, അനിമേലിയ കിങ്ഡം. സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെയാണ്. നിങ്ങൾ ഡീറ്റെയിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കിങ്ഡം ആയിട്ട് എഴുതിയാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ആർക്കിയ, ബാക്ടീരിയ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പറഞ്ഞുതരാം. ഇത് ജനറലി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനുള്ളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാൻ കിങ്ഡം, അനിമൽ കിങ്ഡത്തിനെ പറ്റിയിട്ടാണ്. അഗെയിൻ ഇതിന്റെ രണ്ടിനും പുറമെ നമ്മൾ ഈ പ്രോട്ടിസ്റ്റിനെ പറ്റി ചർച്ച ചെയ്യും, ആർക്കിയനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഇവരാണ് നമ്മുടെ ആദ്യത്തെ ആൾക്കാർ. എർത്തിലുണ്ടായ ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത് ആർക്കേസാണ്. ഇവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫംഗൈനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എല്ലാവരെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്ലാൻ കിങ്ഡം വെച്ചിട്ടാണ്. കാര്യം നമ്മൾ പഠിച്ചത് എന്താണ്? ആക്ച്വലി പഠിച്ചത് ഇക്കോസിസ്റ്റത്തിനുള്ളിൽ 2 കമ്പൗണ്ട് ഉണ്ടെന്നാണ് പഠിച്ചത്. അപ്പം അതും കൂടി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എക്കോസിസ്റ്റത്തിൽ 2 കമ്പൗണ്ട് ഉണ്ടെന്ന് പഠിച്ചു. ബയോട്ടിക്കും എബയോട്ടിക്കും പഠിച്ചു. അതിനകത്ത് ബയോട്ടിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോട്ടിക് കമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ബയോട്ടിക്കിനുള്ളിൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് പഠിച്ചു, കൺസ്യൂമേഴ്സ് പഠിച്ചു. പ്രൊഡ്യൂസേഴ്സിനുള്ളിൽ നമ്മൾ ഫോട്ടോ ഓട്ടോട്രോപ്സ് പഠിച്ചു, കീമോ ഓട്ടോട്രോപ്സ് പഠിച്ചു. ഇതിനകത്ത് ഈ ഫോട്ടോ ഓട്ടോട്രോപ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും, കീമോ ഓട്ടോട്രോപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. കൺസ്യൂമേഴ്സിനുള്ളിൽ നമ്മൾ പ്രധാനമായിട്ടും അനിമൽ കിങ്ഡം എന്നാണ് എഴുതിയത്. പക്ഷെ അതിനുള്ളിൽ ഒരാൾ കൂടിയുണ്ട്. ആരാണ്? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനിമൽ കിങ്ഡത്തിനെ 2ആയിട്ട് തിരിയാം. കൺസ്യൂമേഴ്സിനെ ഒന്നുകൂടെ പറഞ്ഞു എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അനിമൽ കിങ്ഡത്തിനുള്ളിൽ തന്നെ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ ഇവരെ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ 4-5 ആൾക്കാരെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു 15 മിനിറ്റൂടെ ക്ലാസ് ഉണ്ട്, ഒരു 5 മിനിറ്റൂടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. കാര്യം ഒരു 45 മിനിറ്റ്സ് ആയല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിക്കാൻ പോകണം. പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഇമേജസ് ഉണ്ട്. ഇത് എൻ്റെ ഇമേജസും ആക്ച്വലി NCERT ബേസ് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ്. ഞാൻ പല പല ഇമേജസ് കാണിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും, പരിചയമില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവും, കേട്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും, കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ സസ്പെൻസ് ബാക്കി കളയുന്നില്ല. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് കുറേ ഇമേജസ് കാണിച്ചിട്ട് ഞാൻ കുറേ കുറേ കണ്ടന്റ് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. ഓക്കെ, ആ കണ്ടന്റ് തരും. ആ കണ്ടന്റ് കംപ്ലീറ്റ്, അതായത് ഈ ഇമേജസ് വെച്ചിട്ടുള്ള കണ്ടന്റ് കംപ്ലീറ്റ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ഇക്കോളജിയുടെ ബേസിക്സ് എല്ലാം കയറിയിട്ടുണ്ടാവും. ക്ലിയർ ആണ്. അപ്പോൾ ഈ ഇക്കോളജിയുടെ ബേസിക്സ് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള പോർഷൻസ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പോർഷൻസ് ആണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും പാടുള്ളത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ഇത്രയാണ്. ഇത്രയും ഇൻ ദ സെൻസ് ഇതുവരെ പഠിച്ചതല്ല, ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ ഒരു എൻ്റെ ഇത് കുറച്ച് അധികം സ്ലൈഡ്സ് ഉണ്ട്, ഒരു 19 സ്ലൈഡ് ഉണ്ട്. അപ്പോൾ ഈ സ്ലൈഡ്സ് ഒക്കെ ഞാൻ ക്ലാസ് ഷെയർ ചെയ്യാം, ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം. ഇതൊന്ന് നിങ്ങളൊന്ന് സോളിഡ് ആക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആവും. ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻവയോൺമെന്റ് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ പല ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഈ പറഞ്ഞ പോർഷൻസിനുള്ളിൽ പല ക്വസ്റ്റ്യൻസ് UPSC പല പ്രാവശ്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിൾ, നമ്മൾ ഇന്ന് പറഞ്ഞതിൽ നിന്ന് പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, കീമോ ഓട്ടോട്രോപ്സിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബാക്കി പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ, എക്സാക്ട്ലി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, പ്രൊഡക്ടിവിറ്റി എന്താണെന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ഫോട്ടോസിന്തസിസിനകത്ത് നടക്കുന്നത്, എന്ത് എനർജി ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു വാല്യൂ ചോദിച്ചിട്ടുണ്ട്, ആക്ച്വലി എത്ര പെർസെൻറ്റേജ് ഓഫ് എനർജിയാണ് ഫ്രം സൺലൈറ്റിൽ നിന്ന് ഫുഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ആക്ച്വലി പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബേസ് സെറ്റ് ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഡൗട്ടുള്ള ആൾക്കാർ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കാം. ഒരു 2x സ്പീഡിലിട്ട് കണ്ടു നോക്കിയതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് വരാം. ഓക്കെ, പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ടോ ഇതിനകത്ത്? നിങ്ങൾ പുതുതായിട്ട് കുറെ കൂടി ക്ലാരിറ്റിയിൽ കേൾക്കുന്ന കാര്യങ്ങളുണ്ടോ എൻവയോൺമെന്റിൽ? അത് ഇതൊക്കെ മുമ്പ് കേട്ടിട്ടുള്ളതാണോ? കുറച്ചൊരു ഓർഡർ ആയോ ഇപ്പോൾ എല്ലാവർക്കും? ശരി, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. നിർത്തിയിട്ട് ബാക്കി ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ റെക്കോർഡഡ് വീഡിയോ ഇടും. ഓക്കെ, റെക്കോർഡഡ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് കണ്ടു നോക്കാൻ, അത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ വയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി മിക്കവാറും ഇനി സാറ്റർഡേ സൺഡേ ആയിരിക്കും. സാറ്റർഡേ ഹിസ്റ്ററിയും സൺഡേ എൻവയോൺമെന്റും ആയിരിക്കും. നാളെയും മറ്റന്നാളും ക്ലാസ് ഉണ്ടാവില്ല, ചെറിയ ഇവിടെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഹിസ്റ്ററി എങ്ങനെ പോകുന്നു? ഇന്നലത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻസ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, മിസ്സായി പോകുന്ന ആൾക്കാർ വീഡിയോ കാണണേ, ഉറപ്പായിട്ടും കണ്ടു പോകണം. ഓക്കെ, നല്ലോണം മനസ്സിലാവുന്നത്. ഹിസ്റ്ററി ക്ലാസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ട്സ് ഇൻ ഗ്രൂപ്പ് ചെയ്യാം. ഇന്ന് രാത്രി ഞാൻ ചെയ്തേക്കാം. ഓക്കെ, മിസ്സായി പോകുന്ന ആൾക്കാർ വീഡിയോ കണ്ടാൽ മതി, ഞാൻ ഇന്ന് രാത്രി ഇട്ടേക്കാം. ഓക്കെ, വീഡിയോ ക്ലാരിറ്റി ഒന്നും പ്രശ്നമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ സൈഡിൽ ചെറിയൊരു വീഡിയോ ഒരു ബോക്സിനകത്ത് കാണുന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് കണ്ടന്റ് ആവശ്യമില്ലധികം കിട്ടുന്നില്ലേ? അത് മതിയല്ലോ. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.